ജാൻമണിയും അഭിഷേക് ശ്രീകുമാറും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അഭിഷേക് പറയുകയാണ്, ജാൻമണി കഴിഞ്ഞ ദിവസം എവിക്റ്റായി പോകാൻ പോയ സമയത്ത് എന്നെ വന്ന് ഹഗ് ചെയ്തില്ലായിരുന്നോ? എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമായില്ല. പിന്നെ ആ സമയത്ത് ജാൻമണിയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. പിന്നെ നിങ്ങൾ പോകുവാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരുന്നത്. ശരിക്കും എന്നെ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ വന്ന് ഹഗ് ചെയ്യുന്നതൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഞാൻ അത്രയ്ക്കൊന്നും പീപ്പിൾ പേഴ്സൺ ഒന്നും അല്ല. എനിക്ക് എല്ലാവരോടും അത്ര വലിയ കമ്മിറ്റ്മെൻറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് കംഫർട്ടബിളായ പേഴ്സൺസ് വരെ വളരെയധികം കുറവാണ്. അപ്പോൾ ഒരാൾ വന്ന് എന്നെ വെറുതെ ഹഗ് ചെയ്യുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്നുള്ളത് അഭിഷേക് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതിക്ക് മുമ്പും ജാൻമണി ഇതേ കാര്യം ഇതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഒരു വ്യക്തിയിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രതീഷാണ് ജാൻമണി ഹഗ് ചെയ്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരാളായിരുന്നു. പക്ഷെ അന്ന് അയാൾ ഉണ്ടാക്കിയ പോലെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ഒന്നും അല്ല അഭിഷേക് നടത്തിയത്. വളരെ മാന്യമായ രീതിയിൽ അയാൾക്ക് അൺകംഫർട്ടബിൾ ആണ് എന്നുള്ള കാര്യം ജാൻമണിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യം അഭിഷേക് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജാൻമണിക്ക് അത് അങ്ങനെ ഹേർട്ട് ആയൊന്നുമില്ല. കാരണം ആസ് എ പേഴ്സൺ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്.